എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഒത്തിരി പേര് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആസിഡ് റിഫ്ലക്സ്, GERD കണ്ടീഷൻസ്, അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാവുന്ന ഹയാറ്റസ് ഹെർണിയ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇതെൻ്റെ പേഴ്സണൽ അനുഭവം കൂടിയാണ്. ആസിഡ് റിഫ്ലക്സ് എനിക്ക് 2020 പാൻഡമിക്കിൻ്റെ സമയത്ത് വളരെ കലശലായിട്ട് വരികയും അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു, അതിൻ്റെ കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ അഖില വിനോദ്, യോഗാശ്രം വെൽനസ് OP സെൻറ്റർ, നാച്ചുറോപ്പതി ഫിസിഷ്യൻ, കാലിക്കറ്റ്, തൃശ്ശൂർ ആൻഡ് കൊച്ചിൻ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ മെയിനായിട്ട് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ അപ്പർ GI ട്രാക്ട്, അതായത് നമ്മളുടെ വയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾക്ക് നല്ല പോലെ പാൽപിറ്റേഷൻ വരിക, രാത്രി കിടന്നുറങ്ങാൻ വയ്യാതെ വരിക. അപ്പം ഞാൻ ഈ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടി സാധിക്കും. നമുക്ക് രാത്രി ഒട്ടും കിടന്നുറങ്ങാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ആകെ കൂടി 30 വരുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ എന്ത് കഴിച്ചാലും നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആഹാരം കഴിച്ചാൽ തന്നെ നമുക്ക് അസിഡിറ്റി, ചില ആൾക്കാരിൽ അസിഡിറ്റി ഇങ്ങനെ കയറി വരുന്ന ഒരു ഇത് വരും. ചിലവർ ഒമിറ്റ് ചെയ്യും, ചിലവർക്ക് ഭയങ്കരമായ ഗ്യാസ്, ബ്ലോട്ടിങ് എന്ന് വേണ്ട കുറേ അസ്വസ്ഥതകളാണ് ഈ ഒരു GERD കണ്ടീഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അത് കൂടാതെ വേറെ സൈഡായിട്ട് വരുന്ന വേറെ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി കൊഴിയുക, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായ ആങ്സൈറ്റി, വളരെ സെൻസിറ്റീവ് ആവുക, തൊട്ടേനും പിടിച്ചതിനൊക്കെ കരയുക എന്ന് പറയും. അതുപോലെ തന്നെ ചിലവർക്ക് ഭയങ്കര ദേഷ്യം വരിക, പിന്നെ നമുക്ക് ഒന്നിനോടും ഒരു ഫോക്കസ് കിട്ടാതിരിക്കുക. ഇതൊക്കെ നമ്മൾക്ക് അതിൻ്റെ ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഇത് ആരോട് പറഞ്ഞാലും അവർക്കൊട്ടും മനസ്സിലാവുകയില്ല എന്നുള്ളൊരു കണ്ടീഷനിലൂടെ ആയിരിക്കും ഈ പേഷ്യൻസ് എല്ലാം കടന്നു പോകുന്നത്. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ അവർ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴത്തേക്കും നേരെ നിങ്ങൾ സൈക്യാട്രിയിലേക്ക് പൊക്കോ, നിങ്ങൾക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ ഇത് ചെയ്യും. പക്ഷെ അത് വയറിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നമാണെന്ന് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഇത് വളരെ ക്ഷമയോടുകൂടി ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അത് നമുക്ക് ഇതിനാകെ കൂടിയുള്ളൊരു പോംവഴി എന്ന് പറയുന്ന ഡയറ്റ് മാത്രമാണ്. എനിക്ക് ഈ ഒരു അനുഭവം വന്നപ്പോൾ എൻ്റെ 2 നേരമുള്ള എൻ്റെ യോഗ പ്രാക്ടീസ്, അതായത് ഞാൻ യോഗ സെഷൻസ് ഓൺലൈനിൽ കൂടെ എടുക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിനെ ഇത് ബാധിച്ചില്ല. എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു ആങ്സൈറ്റിയോ പാനിക് അറ്റാക്സോ വരാതിരുന്നത് എൻ്റെ യോഗ പ്രാക്ടീസ് കൊണ്ടാണെന്നുള്ളതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ കാണുന്ന എൻ്റെ മുമ്പിൽ വരുന്ന ഒത്തിരി കരയുന്ന പേഷ്യൻസ് എല്ലാം തന്നെ അവർ മാനസികമായിട്ട് എനിക്കെങ്ങനെയെങ്കിലും മരിച്ചാൽ മതി ഡോക്ടറെ എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഈ കാണുന്ന ഈ ആസിഡ് റിഫ്ലക്സ് ഇത് ചെയ്യുന്ന, ഇപ്പോൾ ചിലവർ പറയും നിങ്ങൾക്കൊന്ന് ചുരുക്കി പറഞ്ഞൂടെ. ഇത് ചുരുക്കി പറയാൻ പറ്റുന്ന ടോപ്പിക്കല്ല. ഇത് അനുഭവിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രം ഇത് വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ വയറിലുള്ള ഒരു വാൽവ്, അതിന് ACV വാൽവ് എന്ന് പറയും. ഈ വാൽവ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇത് തുറക്കുകയും, അതായത് ഇങ്ങനെയാണ് ആ വാൽവ് ഇരിക്കുന്നത്. അപ്പോൾ അത് ആഹാരം കഴിക്കുമ്പോൾ ഇത് തുറക്കും, എന്നിട്ട് ആഹാരം കടന്നു പോകും. അത് കഴിഞ്ഞ് ആഹാരം കടന്നു പോയി കഴിയുമ്പോൾ ഇത് അടയും. ഇതാണ് നമ്മുടെ നോർമൽ പ്രക്രിയ. ഈ വാൽവ് ലൂസായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞ് ആഹാരം ഒക്കെ ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടപ്പ് പോലെയുള്ളത് തുറന്നു പോയി കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ച് കയറി വരും. ആ ആസിഡ് കയറി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അസ്വസ്ഥതയായിരിക്കും ആ സമയത്ത് വരുന്നത്. അപ്പോൾ അത് കയറി വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ മുഴുവൻ ഈസോഫാജസ് മുഴുവൻ നമുക്ക് ഭയങ്കരമായ എരിച്ചിൽ, എന്തോ മുകളിലേക്ക് കയറി വരുന്നതിൻ്റെ ഒരു വെപ്രാളം, നെഞ്ചുവേദന. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ ഹാർട്ട് അറ്റാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി ECG വരെ എടുത്തു നോക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും. കാരണം ഇത് മുഴുവൻ വരുന്ന നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും, നമുക്ക് നെഞ്ചുവേദന എടുക്കും, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് നമ്മളുടെ വൈറ്റമിൻ D ഇവരിൽ കുറഞ്ഞിരിക്കുക. അതായത് കൂടുതലും ഇത് കാണുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്നവരും, അതുപോലെ തന്നെ നമ്മൾക്ക് ലോക്ക്ഡൗൺ വന്ന സമയത്തുമാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവന്നൊരു സമയം.
അപ്പോൾ ആ സമയം തൊട്ട് തുടങ്ങിയവരിൽ അവർ വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ചെക്ക് ചെയ്യുമ്പോൾ അത് ബിലോ 10 ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് 30ലേക്ക് എത്തിക്കാനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കണോ ഞാൻ ഇഷ്ടംപോലെ അങ്ങ് വെയിൽ കൊണ്ടോളാം, വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ കരിഞ്ഞു പോകുന്നല്ലാതെ വേറെ ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വയറിൻ്റെ അബ്സോർഷൻ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ അളവിൽ അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നല്ലൊരു ഡയറ്റ്, അതായത് പ്രോബയോട്ടിക്, രാവിലെ തന്നെ പഴങ്കഞ്ഞി കുടിക്കുക. പഴങ്കഞ്ഞി ഒരു 15 ദിവസം നിങ്ങൾ ചെയ്തു നോക്കിക്കോ, നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കറികളിലും എല്ലാത്തിലും നിങ്ങൾ നന്നായിട്ട് തൈര് കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഉപ്പിലിട്ട നെല്ലിക്ക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നാടൻ പിക്കിൾസില്ലേ, മുളക് പൊടിയൊന്നും ഇടാത്ത പിക്കിൾസ്, അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. എരിവ്, അതുപോലെ തന്നെ പുളി, മുളക് പൊടി, ഇതെല്ലാം ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ നല്ലപോലെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ രാത്രിയൊക്കെ ആയിക്കഴിയുമ്പോൾ ചെറുതായിട്ട് കഞ്ഞി മാത്രം കുടിക്കുക. കുറച്ച് മെഴുക്ക് പുരട്ടിയും അല്ലെങ്കിൽ ഓട്സിൻ്റെ കഞ്ഞി കുടിക്കുക. പാല്, ഗോതമ്പ്, മൈദ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, പുറത്തുനിന്ന് മേടിക്കുന്ന ആഹാരം എല്ലാം കംപ്ലീറ്റ്ലി നിർത്തുക. ഇങ്ങനെ മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം കിട്ടും. പിന്നെ തേങ്ങാപ്പാൽ കൊണ്ടുള്ള കറികൾ, അതായത് നമ്മുടെ ഓലൻ, അവിയൽ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കുക. ചിക്കനും മീറ്റ്സും ഇതൊക്കെ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. പക്ഷേ എല്ലാം നിങ്ങൾക്ക് കഴിക്കാറാവും. ഒരു രീതിയിലും നിങ്ങൾ ഇതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. 100% ഇത് റിവേഴ്സിബിളാണ്. അത് കൂടാതെ എക്സസൈസുകളും ചെയ്യുക. കാരണം നിങ്ങളുടെ ഇവിടെയുള്ള ഡയഫ്രോം, അതുപോലെ തന്നെ സ്റ്റൊമക്കും ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ നമ്മളുടെ സ്റ്റൊമക്ക് വാൾ കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിനെയാണ് ഹൈറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഈ ഹൈറ്റസ് ഹെർണിയ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് വെച്ചും പ്രാണായാമം വെച്ചും അതുപോലെ നല്ല പോലെ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് വെച്ചാൽ സുഖമായിട്ട് ഹൈറ്റസ് ഹെർണിയെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ചിട്ടയായ ആഹാരം, പ്രോബയോട്ടിക്കുകൾ, പ്രീ ആൻഡ് പ്രോബയോട്ടിക്കുകൾ നിങ്ങൾക്ക് ഫാർമസിയിൽ ചോദിച്ചാൽ കിട്ടും. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറ്റുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ എക്സസൈസുകളും കുറച്ചൊക്കെ ഒന്ന് വാക്കിങ് ചെയ്യാൻ പോവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ, 15 ദിവസമൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മൈൻഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വൈറ്റമിൻ ഡി കൊണ്ടും യോഗ കൊണ്ടും നിങ്ങൾ മാറ്റുക. ആഹാരത്തിലുള്ള ഈ പറഞ്ഞ പോലെ എരിച്ചിൽ, പുളിച്ചിൽ, ഇങ്ങനത്തെ ഉള്ള എല്ലാം വന്നു കഴിഞ്ഞാൽ ഗട്ട് ഫ്രണ്ട്ലി, അതായത് നമ്മുടെ വയറിൻ്റെ സന്തുലിതാവസ്ഥ നമ്മൾ നന്നായിട്ട് ഒന്ന് ചിട്ടയായിട്ടുള്ള ആഹാരത്തിലൂടെ നമുക്കത് മാറ്റിവെക്കാൻ പറ്റും. അതേപോലെ തന്നെ H. പൈലോറി ബാക്ടീരിയ അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ടെസ്റ്റ് കൂടി, ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അതേപോലെ തന്നെ H. പൈലോറി ബാക്ടീരിയയുടെ അളവ് നിങ്ങളുടെ ബ്ലഡിൽ എത്രയുണ്ടെന്നുള്ളത് ഒന്ന് നോക്കുക. H. പൈലോറി ബാക്ടീരിയ പോസിറ്റീവ് ആണെങ്കിൽ ആ ബാക്ടീരിയയുടെ ഗ്രോത്ത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര അതിസങ്കരം കൊണ്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് ആസിഡിറ്റി ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി H. പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ H. പൈലോറി ബാക്ടീരിയ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും. എൻഡോസ്കോപ്പിയിലേക്കൊന്നും പോകേണ്ട ആവശ്യം പോലുമില്ല. ബ്ലഡ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഇത് അറിയാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഹൈപ്പോ ആസിഡിറ്റി, അതായത് നിങ്ങളുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡിന് വീര്യമില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ വീര്യം കൂട്ടാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ നോക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റൊമക്ക് ആസിഡ് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം റിവേഴ്സിബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഇത് 100% റിവേഴ്സിബിൾ ആണ്. ആരും ഇതിനകത്ത് ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഗട്ട് ബ്രെയിൻ ആക്സിസ്, അതായത് വയറിൻ്റെ പ്രശ്നം വരുമ്പോൾ അത് നമ്മുടെ തലയെ ബാധിക്കുന്നതാണ്. അതിൻ്റെ രീതിയിലുള്ള ആങ്സൈറ്റിയാണ് വരുന്നത്. സോ ട്രീറ്റ് യുവർ ഗട്ട്, ദാറ്റ് മേക്സ് യു ഹാപ്പി. അപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് ക്ലിയർ ആവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിൽ ആരെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക.